എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഓർക്കിഡ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇത് ചുരിദാർ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ കട്ട് ചെയ്തത് ഞാൻ കാണിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്യണ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതിനുശേഷം മാത്രം സ്റ്റിച്ചിങ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം അതിൻ്റെ തന്നെ ഒരു വേസ്റ്റ് പീസ് എടുത്തിട്ട് ഞാൻ കമത്തി ഇട്ടിട്ടുണ്ട്. അതായത് ചീത്തവശം മുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ നെക്കിൻ്റെ ക്യാൻവാസ് ഇല്ലേ, അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഗമ്മുള്ള വശം തുണിയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. തുണിയോട് ചേർത്ത് വെച്ചിട്ട് ഈ കഴുത്തിൻ്റെ അകലം ഒന്ന് നോക്കണം കേട്ടോ. കഴുത്തിൻ്റെ അകലം നമ്മൾ 7.5 ഇഞ്ചല്ലേ പറഞ്ഞത്? അതെ, 3.25, 7.5. അപ്പം 7.5 ഉണ്ടോയെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് പിടിച്ചിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അയൺ ബോക്സിന് നല്ല വെയിറ്റ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും. നിങ്ങൾ അതുപോലെ വെയിറ്റുള്ള അയൺ ബോക്സ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ പതുക്കെ 3-ലിട്ടിട്ട് ഇതാക്കിയാൽ മതി. അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞതാണെങ്കിൽ ചൂട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ക്യാൻവാസ് ചുരുണ്ട് പോകും. അപ്പം ഇനി ഒന്നും കൂടെ ഒട്ടി തീരണതിന് മുമ്പ് ഒന്നും കൂടെ നോക്കുക 7.5 തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. കണ്ടോ? അപ്പം ഇന്നലെ കാണാത്തവർ തീർച്ചയായിട്ടും അത് ഇന്നലത്തെ കാണണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്കിത് ഇങ്ങനെ 4 ഇഞ്ച് തയ്യൽത്തുമ്പ് നിർത്തിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കഴുത്ത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് മടക്കി അടിക്കാനുള്ള ഒരു സ്പേസ് സൈഡിൽ വിട്ടു കൊടുക്കണം കേട്ടോ. പറ്റ വെട്ടരുത്, കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ഫ്രണ്ട് എഴുത്തായി. ഇതാ ഞാനിവിടെ ബാക്ക് എഴുത്തും ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്തിരി കൂടെ ഒട്ടാനുണ്ട്, അതൊന്നും കൂടെ ഞാൻ അൺബോക്സ് വെച്ചതാട്ടാ. ഒട്ടിയില്ലെങ്കിൽ കഴുത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവും. അപ്പം നമുക്കതും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. ക്യാൻവാസ് വെട്ടിപ്പോകരുത്. മടക്കാനുള്ള തുണി സൈഡിൽ വേണം. എന്തായാലും അത് മറന്നു പോകരുത്. അതിട്ടിട്ട് നമുക്ക് കറക്റ്റായിട്ട് നീറ്റായിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 കഴുത്ത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാക്ക് പീസായി. കണ്ട, ഫ്രണ്ട് പീസിൽ വരെയുള്ള പീസാണ് ഫ്രണ്ട് പീസ്. അത് കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അത് ഫ്രണ്ട് പീസ്. ഇനി വേണ്ടത് കൈ. ഓക്കെ, അപ്പോൾ 2 കൈയുമായി. ഇനി ഫ്രണ്ട് എഴുത്തും ബാക്ക് എഴുത്തും. ഫ്രണ്ട് എഴുത്ത്, ഇനി ബാക്ക് എഴുത്ത്. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ സൈഡ് ഒന്നിങ്ങനെ വെച്ചിട്ട് ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അത് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയുള്ള അടിപ്പാണ്. അവിടെ നമുക്ക് ഹെമ്മിങ് ചെയ്യണമല്ലോ കഴുത്ത് ഹെമ്മിങ് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമായിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എല്ലാ സൈഡും ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്തു വെക്കാം. ഫ്രണ്ട് പീസ് എടുത്ത് വെക്കുമ്പോൾ മാറിപ്പോകരുത്. വരച്ച പീസ് തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് എടുത്തു വെക്കണം കേട്ടോ. ബാക്ക് എഴുത്തും കൂടെ ഒന്ന് അടിച്ചു വെച്ചേക്കാം. അടിക്കുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് അടിച്ചു പോകുമല്ലോ. അപ്പോൾ നമുക്ക് ബാക്ക് എഴുത്തും കൂടെ അതേപോലെ തന്നെ അടിച്ചു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസ് തുണി എടുക്കാം നമുക്ക്. എനിക്കിപ്പോൾ കുറേ പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുള്ളതാട്ടാ. ഫ്രണ്ട് എഴുത്ത് കൊണ്ടിട്ട് ബാക്കിൽ വെച്ച് കൊടുക്കും. അപ്പം നമുക്ക് ബാക്ക് പീസ് ആദ്യം എടുക്കാം. ബാക്ക് പീസിൽ നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കഴുത്തുകൾ നമ്മൾ അടിച്ചത് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ അതെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് മാറ്റി വെക്കാം. ബാക്ക് പീസിൽ ബാക്കിൽ ടക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ? ടക്ക് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ പഴയ വീഡിയോ കണ്ടാലാണ് കേട്ടോ. ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടാലും അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. കട്ടിങ് വീഡിയോ എന്തായാലും കാണണം കേട്ടോ. എന്നാലേ നമുക്ക് ആ തയ്യൽ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അതും കൂടാതെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയും വേണം. അപ്പം ടക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ടക്ക് ഇട്ട് കൊടുക്കാം. പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, ആദ്യം കിടക്കണ പോയിന്റ്. ആ പോയിന്റ് കറുത്ത തുണി ആയതുകൊണ്ടേ അതിൻ്റെ ഇടയിൽ പെട്ടുപോയതാ. അതാ നോക്ക്, ഇതിങ്ങനെ തന്നെ അടിക്കാം. ടക്കിടുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയണില്ല. മുകളിൽ നിന്ന് ചെറുതായിട്ട് വരിക, നടുഭാഗം വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇടുക, എന്നിട്ട് താഴേക്ക് ചെറുതാക്കി എടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ ടക്കിടലേ. ഇതാ അപ്പം ടക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് എഴുത്ത് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് സൈഡിൽ ഫ്രണ്ട് എഴുത്ത് വെച്ച് കൊടുക്കാം. അതിനായിട്ട് സെൻറ്റർ നമുക്ക് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യണം കേട്ടോ. കഴുത്തൊട്ടും തെന്നാൻ പാടില്ല. ഒന്നാമത് നമ്മൾ വെട്ടിയേക്കണ ആലില കഴുത്താണല്ലോ. അപ്പോൾ ആ കറക്റ്റ് പോയിന്റ് കഴുത്തിൻ്റെ സെൻറ്ററായിട്ട് വന്നാലാണ് ആ കഴുത്തിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു ഇത്തിരി ചരിഞ്ഞാലൊക്കെ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പം
അപ്പം നമ്മുടെ കഴുത്തിൻ്റെയും ആ മോൾ ഭാഗം കറക്റ്റ് ആക്കിയിട്ട് ഒരു സിനോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ല പീസിൽ ഞാൻ ഇട്ട് കൊടുത്തില്ല സിനോള്. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാത്ത ചുരിദാറാണ്. ഇത് കഴിയുമ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അടുത്ത് ലൈനിങ് ഉള്ള ചുരിദാർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കഴുത്തിൻ്റെയും കറക്റ്റ് സെൻറ്റർ നമുക്ക് അടയാളപ്പെടുത്തുക, മുകളിൽ സിനോൾ ഇട്ട് കൊടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് എന്നോട് ചോദിക്കണം കേട്ടോ. അപ്പം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ദാ നമുക്കിതിലേക്ക് ആ കഴുത്ത് വെച്ച് കൊടുക്കാം. ആ സിനോളും കൂടെ ചേർത്ത് വയ്ക്കാം. എന്നിട്ട് ആദ്യം നടുക്കൊന്ന് ഞാൻ മുമ്പ് പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. നെക്ക് വെക്കുമ്പോൾ നൈറ്റി അടിക്കുമ്പോഴോ എന്തിനൊക്കെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ നെക്ക് വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. കറക്റ്റായിട്ട് അടിക്കുക. ക്യാൻവാസിൽ കയറരുത്. ക്യാൻവാസിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് കിട്ടൂല. ഇനി വേണ്ടത് മോൾ ഭാഗത്തും ക്യാൻവാസിൽ കയറാതെ ഒന്ന് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മുടെ ഇത് ഫിറ്റിംഗ് ആട്ടെ നടക്കണത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുത്തടിക്കണത്. നൂലൊന്ന് വലിച്ചിട്ടില്ലെങ്കിലേ സ്റ്റിച്ച് പൊട്ടിപ്പോവും. അല്ല, നൂല് പൊട്ടിപ്പോവും. ഇതാ ഇങ്ങനെ ഒന്ന് അടിക്കാം. ക്യാൻവാസിൽ കയറരുത് കേട്ടോ. ഇനി കഴുത്ത് ശ്രദ്ധിച്ച്, ഒന്നാമത് വളവുള്ള കഴുത്തായതുകൊണ്ട് ശ്രദ്ധിച്ചടിക്കണം. പതുക്കെ കഴുത്തൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചുളുങ്ങി നീങ്ങാതിരിക്കാനായിട്ട്. രണ്ട് കൈ ഉപയോഗിച്ച് തന്നെ കഴുത്ത് തയ്ക്കണം. തുണി ഒട്ടും ചുളുങ്ങരുത് കേട്ടോ. കഴുത്ത് ഇങ്ങനെ തടവി നിവർത്തി തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് ആ പോയിന്റ് ഇല്ലേ, കറക്റ്റ് ജംഗ്ഷൻ പോയിന്റ് വരുമ്പോൾ അവിടെ ഒന്ന് കുത്തി നിർത്തുക. സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുക്കുക. ഇനി തിരിച്ചെടുക്കുക. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇപ്പുറത്ത് തുണി ചുളുങ്ങി കയറി ഒന്നും നിൽക്കരുത്. ഇങ്ങനെയൊന്നും ചുളുങ്ങി നിൽക്കരുത്. അതൊക്കെ നിവർത്തിയിട്ട് കറക്റ്റായിട്ട് ഒപ്പം വരത്തക്ക രീതിയിൽ വെച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ. കഴുത്തടിക്കുമ്പോൾ എന്തായാലും ഒരു സമാധാനത്തിൽ അടിക്കണം കേട്ടോ. സാവധാനത്തിൽ അടിക്കണേ. ടെൻഷനൊന്നും ഇല്ലാണ്ട് അടിക്കണം. ഒരുവിധം ഒന്ന് മെഷീൻ ചവിട്ടാനോ ഓടിക്കാനോ അറിയാവുന്നവർക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ട് ചുരിദാർ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ തയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് നിർത്തിയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ആ കഴുത്തിൻ്റെ ഭാഗം വെട്ടിക്കളയാം. 1/4 ഇഞ്ച് നിർത്തണം. മുഴുവനായിട്ട് പറ്റ വെട്ടിക്കളയരുത്. കുറച്ച് നിർത്തിയിട്ട് തന്നെയാണ് വെട്ടണത്. അങ്ങനെ ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും വെട്ടിക്കളയാം. ഇനി സൈഡിൽ നമ്മൾ ചെറിയ ചെറിയ കട്ട് ചെയ്ത് കൊടുക്കൂലേ, എന്താ പറയുക, ഞറുക്കി കൊടുക്കുന്ന കട്ട് ചെയ്ത് കൊടുക്കണ പോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ആ നൂല് ഒരിക്കലും വെട്ടിപ്പോ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നൂലൊട്ടും വെട്ടിപ്പോകരുത് കേട്ടോ. ഈ സെൻറ്ററും അത് മാക്സിമം നമുക്ക് വെട്ടാൻ പറ്റാവുന്ന അത്രയും വെട്ടിക്കൊടുക്കുക. എന്നാലാണ് കഴുത്ത് കറക്റ്റ് പോയിന്റിൽ വരുള്ളൂ. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് തിരിച്ചെടുക്കാം. കണ്ടാ, തിരിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ കഴുത്തിങ്ങനെ ഞാൻ ബാക്ക് കഴുത്തും ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക് കഴുത്ത് അടിക്കണം, പിന്നെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടാം. ഷോൾഡർ കൂട്ടുമ്പോൾ ബാക്ക് കഴുത്തിൻ്റെ ആ ക്യാൻവാസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് മടക്കി വെക്കണം. നിങ്ങൾക്ക് അടിച്ചു വരുമ്പോൾ മനസ്സിലാവും. ദാ കണ്ട, ക്യാൻവാസ് നിവർത്തി വെച്ചേക്കാം കേട്ടോ. ഞാൻ അടിയിലത്തെ ക്യാൻവാസ് നിവർത്തി വെച്ചു, അതായത് ബാക്ക് കഴുത്തിൻ്റെ ക്യാൻവാസ് നിവർത്തി വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് അടിക്കുക. പൊതിഞ്ഞടിക്കണം എന്ന് പറയും നമ്മുടെ തയ്യൽ ഭാഷയിൽ. അതായത് ബാക്ക് കഴുത്തിൻ്റെ ക്യാൻവാസ് ഫ്രണ്ട് കഴുത്തിലേക്ക് പൊതിഞ്ഞടിക്കുക. അപ്പോൾ കഴുത്ത് നിവർത്തി എടുക്കുമ്പോൾ നീറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിവർത്തി കാണിച്ചു തരാം കേട്ടോ. കണ്ട, ആ തുമ്പൊന്നും പുറത്തേക്ക് ചാടി വരില്ല. കറക്റ്റ് നീറ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അടിച്ചെടുക്കാം. അതായത് ബാക്ക് കഴുത്തിൻ്റെ ക്യാൻവാസ് എടുത്ത് ഫ്രണ്ട് കഴുത്തിൻ്റെ കഴുത്തുമ്മലേക്ക് പൊതിഞ്ഞങ്ങ് വെക്കുക. കണ്ട, ഇനി ഷോൾഡർ അടിക്കാം. അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ, അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം കേട്ടോ. കണ്ട, മറിഞ്ഞിരിക്കണം കേട്ടോ. അത് അതേപോലെ അടിക്കുക. അത്രേ ഉള്ളൂ. ഒന്ന് കെട്ടിട്ടടിക്കുക കേട്ടോ. ഷോൾഡറൊക്കെ അടിക്കുമ്പോൾ ഒന്ന് കെട്ടിട്ടടിക്കുക. കഴുത്തിൻ്റെ ഭാഗത്തും കെട്ടിട്ടടിക്കുക. പിന്നെ നമുക്ക് നിവർത്താം. അപ്പോൾ 2 ഷോൾഡറും നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ സൈഡിൽ കൂടെ നമുക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഒപ്പം വെക്കണേ. ഏറ്റക്കുറച്ചിലൊന്നും വരാതെ ഒപ്പം വെച്ചിട്ട് ആ വളവിൽ കൂടെ തന്നെ, ആ വരയിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് അടിച്ചു പോവുക.
അതിലൊന്നും ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ടാണ് അടിച്ചു കൊടുത്താൽ മതി. കണ്ട, ഇനി ആ ഒരു പ്ലസ് വരെ വരണടുത്ത് വരെ വന്നിട്ട് അവിടെ കെട്ടിയിട്ട് നിർത്തുക. എന്നിട്ട് വേണമെങ്കിൽ അവിടെ തന്നെ കുത്തി തിരിച്ചെടുത്തിട്ട് പോവുകയും ചെയ്യുക. അപ്പോൾ പിന്നെ അവിടെ ഒട്ടും വിട്ടു പോവില്ല, തയ്യൽ വിട്ടൊന്നും പോവില്ല. കുത്തിയിട്ട് അതേ ലൈനിൽ കൂടി തന്നെയോ അല്ലെങ്കിൽ കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടോ നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ അതേ സെയിം ലൈനിൽ കൂടെ തന്നെയാട്ടാ പോണത്. മനസ്സിലാവണ്ടല്ലോ അല്ലേ? മനസ്സിലാവണ്ടാവുമെന്ന് വിചാരിക്കണ്. നൂല് പൊട്ടിപ്പോയി എൻ്റെ ഇടക്ക്. ഇങ്ങനെ തന്നെ അടിക്കുക. കണ്ട, അറ്റം വരെ അടിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ അതെ നമ്മൾ രണ്ട് സൈഡും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സ്ലിറ്റ് അടിക്കണം. സ്ലിറ്റ് അടിക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കുക. മൊത്തത്തിൽ നമ്മുടെ സൈഡ് സ്ലിറ്റ് 1 ഇഞ്ച് മടങ്ങി പോകണം കേട്ടോ. എന്നാലാണ് നമ്മൾ ആ സ്ലിറ്റ് ഭാഗത്ത് 1 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് വന്നേക്കണം. അവിടെ കറക്റ്റായിട്ട് വരണമെങ്കിൽ 1 ഇഞ്ച് നമ്മൾ മടക്കണം. ആദ്യം 1/2 ഇഞ്ച്, പിന്നെ ഒരു 1/2 ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ച് കേട്ടോ. അങ്ങനെ നേരെ അടിച്ചു വരിക. ആ ജംഗ്ഷൻ, അതായത് സ്ലിറ്റ് നമ്മൾ കുത്തി നിർത്തി കെട്ടിട്ട് നിർത്തിയില്ലേ, അവിടം വരെ കറക്റ്റായിട്ട് അടിച്ചു വരിക. അത് കഴിഞ്ഞിട്ട് കുത്തി തിരിച്ചെടുക്കുക. അപ്പുറത്തെ സ്ലിറ്റിലേക്ക് കടത്തി എടുക്കണം. അങ്ങനെ നേരെ അടിച്ചു വന്നിട്ട് നമ്മുടെ സ്ലിറ്റ് എത്തിയിട്ട് ആ സ്ലിറ്റിൻ്റെ തുടക്കം എത്തി. കണ്ടോ, അവിടെ നന്നായിട്ട് അത് 1 ഇഞ്ച് തന്നെ മടക്കുക കേട്ടോ. 1/2 ഇഞ്ച് ആദ്യം, പിന്നെ ഒരു 1/2 ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ച് തന്നെ മടക്കുക. കറക്റ്റായിരിക്കണം. അവിടെ ഇനി കുത്തി നിർത്തുക. എന്നിട്ട് തിരിച്ച് ഇപ്പുറത്തെ സ്ലിറ്റിലേക്ക് അവിടെ മടക്കുമ്പോഴും 1 ഇഞ്ച് തന്നെ കറക്റ്റ്. കണ്ട, 1/2 ഇഞ്ച് മടക്കി, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കി. അപ്പം നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഇടണ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ തയ്യൽ തുമ്പ് അവിടെ കൂടുതലാണ് വരണമെങ്കിൽ ഇത്ര നീറ്റായിട്ട് വരില്ല. അതാണ് സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മതി എന്ന് പറയാൻ കാരണം. ഇതേപോലെ മടക്കി അറ്റം വരെ അടിക്കുക. ചിലർക്ക് ഡബിൾ സ്റ്റിച്ച് ആയിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ ഡബിൾ സ്റ്റിച്ച് ഉണ്ടാവില്ല, അത് ചിലർക്ക് ഇഷ്ടമല്ല. പക്ഷെ മിക്കവർക്കും അങ്ങനെ ഒരു സ്റ്റിച്ച് വരണത് ഇഷ്ടമാണ്. കട്ട് ചെയ്തെടുക്കുക. ഇത് ഡബിൾ സ്റ്റിച്ച് ഇടുന്നത് കമത്തി ഇടുക. കമത്തി ഇടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലിറ്റിൽ വരണ ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ തിരിച്ചടിച്ച് പോകുമ്പോൾ ആ ചുളിവുകളൊക്കെ നന്നായിട്ട് നിവർന്ന് നീറ്റായി കിട്ടും. ഡബിൾ സ്റ്റിച്ച് അടിക്കാറാണ്. അപ്പോൾ സൈഡിൽ കൂടെ അടിച്ച് അങ്ങനെ പോകട്ടാ വരിക ഈ നൂലെത്തുമ്പോൾ. അപ്പോൾ കട്ടിങ് വീഡിയോ കാണുമെങ്കിൽ അടുത്തത് ചുടി ബോട്ടം അടിക്കണത് കാണിച്ചു തരാം കേട്ടോ. ചുടി ബോട്ടം ഒരളവ് ബോട്ടം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയണ പരിപാടിയാണ്. അത് അടിക്കണത് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. ചുടി ബോട്ടം കട്ട് ചെയ്തടിക്കണത് അതൊറ്റ വീഡിയോ ആണ്. അപ്പോൾ എല്ലാ വീഡിയോയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആവശ്യക്കാർക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു പുതിയ യൂട്യൂബറാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞ് ഇതേപോലെ നമുക്ക് അപ്പുറത്തെ സ്ലിറ്റും കൂടെ അടിച്ചെടുക്കാം. അതും കൂടെ അടിച്ചിട്ട് ഇനി അടിക്കേണ്ടത് അടിഭാഗം കേട്ടോ. സ്ലിറ്റൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇതേ ഞാൻ അടിഭാഗം അടിക്കുമ്പോൾ അതേപോലെ തന്നെ കേട്ടോ. 1/2 ഇഞ്ച് നിർത്തി 1/2 ഇഞ്ച് അടി മടക്കി അടിക്കുക. അടിഭാഗം അടിക്കുന്നതിന് മുമ്പ് മൂലകൾ ചേർത്ത് വെച്ചിട്ടൊന്ന് നോക്കണം. വല്ല ഏറ്റക്കുറച്ചിലോ ഇങ്ങനെ അടിച്ചൊക്കെ വരുമ്പോൾ തുണി ഒന്ന് വലിഞ്ഞ് നീളാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണം അടിക്കാൻ. എൻ്റെ കയ്യിൽ പിന്നെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ അപ്പുറത്തെ സൈഡ് നമുക്ക് അടിച്ചെടുക്കാം. ഒരടിയും കൂടെ അടിക്കാം. ഏതായാലും സ്ലിറ്റിലൊക്കെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടാണല്ലോ, അപ്പോൾ എന്തായാലും അവിടെയും കൂടെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനിയാണ് കൈവെക്കേണ്ടത്. കൈവെക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ആദ്യം നമുക്ക് കൈയിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, തുമ്പുവശം. ഇപ്പം നമ്മൾ സ്ലിറ്റ് അടിഭാഗമൊക്കെ അടിച്ചില്ല, അതേ രീതിയിൽ തന്നെ കൈയിൻ്റെ തുമ്പത്തും അടിച്ചു കൊടുക്കുക. വല്ല ലൈസോ പൈപ്പിങ്ങോ ഒക്കെ വെക്കണമെങ്കിൽ ഇപ്പം വെച്ച് കൊടുക്കണം. നമ്മൾ ഈ അടിപ്പ് കഴിഞ്ഞിട്ട് ലൈസ് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വല്ല പൈപ്പിങ്ങോ വെക്കണമെങ്കിലൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കണത് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചുരിദാർ വരുന്നുണ്ട് കേട്ടോ. ഈ ചുടി ബോട്ടം കഴിഞ്ഞിട്ട്
മോഡലായിട്ട് നെക്കൊക്കെ അടിച്ച് ലൈനിങ് ഇട്ട് അടിക്കണം. അതിൽ പൈപ്പിംഗ് ഒക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി കൈവണ്ണം നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, ചുമ്മാ സൈഡൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ കൈയിൻ്റെ തെന്നി പോവാതിരിക്കാനായിട്ട് ഒരളവൊന്നുമില്ല, ചുമ്മാ ഒപ്പം വെച്ചിട്ട് ആ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൈ മാർക്ക് ചെയ്യണത്. അപ്പോൾ അളവൊന്നും ഒട്ടും തെറ്റൂല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അടുപ്പ് വെച്ചേക്കണത്, അടിച്ചിട്ടത്. ഇനി നമുക്ക് കൈ മാർക്ക് ചെയ്യാം. കൈൻ്റെ തുമ്പ് 5.5 ആണല്ലോ, 11 അപ്പം 5.5 നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോള്. ആം ഹോൾ എടുക്കുക, ചുരിദാർ എടുത്തിട്ട് ആം ഹോള് കറക്റ്റായിട്ട് പിടിക്കുക. പറന്നോണേനാട്ടോ ഞാൻ കത്രിക വെച്ചത്, പാൻറ്റ് ഒക്കെ ഉണ്ട്, അതാണ് പറക്കണത്. ആം ഹോള് കറക്റ്റായിട്ട് ക്രോസ് ആയിട്ട് പിടിക്കുക. അതായത് തയ്യലിൻ്റെ സ്റ്റിച്ച് അല്ല കക്ഷത്തിൻ്റെ സ്റ്റിച്ചും ഷോൾഡറിൻ്റെ സ്റ്റിച്ചും ഒരേ ലെവല് വരണ വിധത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ആ പോയിന്റിലേക്ക് ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ആരുടെ വേണമെങ്കിലും അളവെടുത്തിട്ട് ഇതേപോലെ തയ്ക്കാം കേട്ടോ. അപ്പോൾ അളവെടുത്തതൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇനി മറ്റേ കൈ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് 2 അടി അടിച്ചു കൊടുക്കുക, സീല് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കൈയിലും അടയാളമൊക്കെ വീണിട്ടുണ്ടല്ലോ. ഇങ്ങനെ വെച്ചിട്ട് ഒപ്പം വെച്ചിട്ട് കറക്റ്റായിട്ട് ഒപ്പം വെക്കണം കേട്ടോ, തെന്നിപ്പോകരുത്. അല്ലെങ്കിൽ ഒരു കൈ വലുതും ഒരു കൈ ചെറുതുമൊക്കെ ആയിപ്പോവും. എന്നിട്ട് അതിൻ്റെ മുകളിലിട്ട് 2 അടി അടിച്ചു കൊടുക്കുക. അടിച്ചാണ് നമ്മൾ മാർക്ക്. അപ്പോൾ അപ്പുറത്തെ കയ്യിലും മാർക്ക് വീണിട്ടുണ്ട്, ഇപ്പുറത്തെ കയ്യിൽ. അപ്പം നമുക്ക് അതിൽ കൂടി അടിച്ചെടുക്കാം കേട്ടോ. എപ്പോഴും അടിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും കെട്ടിട്ട് തുടങ്ങുകയും കെട്ടിട്ട് നിർത്തുകയും ചെയ്യുക. അപ്പോൾ പിന്നെ പിന്നീട് നമ്മത് മറന്നു പോണ വിഷയം വരില്ല. അതുകൊണ്ടാട്ടോ ഞാൻ പറയണത്. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ 2 കൈ അടിച്ചു കഴിഞ്ഞ് കൈ കയറ്റാനായിട്ട് കൈ നമുക്ക് അകമ്പുറം മറിച്ചെടുക്കണം. ചുരിദാർ അകമ്പുറം മറിക്കണ്ട കേട്ടോ, കൈ മാത്രം മറിച്ചാൽ മതി. എന്നിട്ട് കൈയിൻ്റെ കക്ഷത്തിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നോക്കിയെടുക്കുക. ഈ കൈയിൻ്റെ കുറച്ചൊന്ന് കയറ്റി വെട്ടിയിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. ഫ്രണ്ട് സൈഡ് വരുന്ന ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പം അത് കൈ വെക്കുമ്പോഴും ആ ഭാഗം തന്നെ ഫ്രണ്ടിൽ വരാൻ വേണ്ടി നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഫ്രണ്ട് സൈഡ് ചുളിവൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അങ്ങനെ വെട്ടണത്. ഇനി കൈയിൻ്റെ കക്ഷവും 2 കക്ഷഭാഗം ചേർത്ത് വയ്ക്കുക, എന്നിട്ട് അടിക്കുക. ഇത് പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യരുത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈയും കൈക്കുഴിയും ക്രോസാണ്. അപ്പം നോക്കി അടിക്കുക, പതുക്കെ വലിക്കാതെ വെച്ചടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ച് അടിക്കുക. വലിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ചുളുക്ക് വീഴും. പിന്നെ ഒരു കാരണവശാലും നമുക്ക് ആ ചുളിവ് ഒഴിവാക്കാൻ പറ്റൂല, മാറ്റാൻ പറ്റൂല. തേച്ചാലൊന്നും ആ ചുളിവ് പോവില്ല. തുണി വലിഞ്ഞിട്ട് വരണ ചുളിവ്. അല്ലാതെ ഒരു ചെറിയ ചുളിവൊക്കെ ആണെങ്കിൽ തേച്ച് കഴിയുമ്പോൾ നീറ്റായി വരും. അപ്പം ഇതിങ്ങനെ കൈ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. അതെ, ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കൈ കറക്റ്റായിട്ട് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു റൗണ്ടും കൂടെ അടിച്ചേക്കണേ. അപ്പം തന്നെ അടിച്ചേക്കണം, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ഒരു റൗണ്ടും കൂടെ കറക്റ്റായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കണം. മനസ്സിലാവണ്ടല്ലോ അല്ലേ? മനസ്സിലാവണ്ടാവുമായിരിക്കും എന്ന് വിശ്വസിക്കണേ ഞാൻ. എന്തായാലും കൈ പിടിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ അപ്പോൾ ഡബിൾ സ്റ്റിച്ച് അടിച്ചിട്ടാ ചുറ്റി വന്നിട്ടുണ്ട് കേട്ടാ. കക്ഷത്തിൻ്റെ അവിടെ വന്നിട്ട് കക്ഷത്തിൻ്റെ ആ പീസ് ഇടയ്ക്ക് പെടാണ്ട് അടിച്ചെടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ചുളുക്ക് വരും. കട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മറിച്ച് നോക്കാം കേട്ടോ. കണ്ട, കൈ ഒരു ചുളിവ് പോലും ഇല്ലാണ്ട് കയറ്റിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് അപ്പുറത്തെ കൈയും കയറ്റാം. അപ്പോൾ അതെ
നമ്മുടെ ചുരിദാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ഇതൊക്കെ വെച്ചിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കണം. ഹെമ്മിങ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഹെമ്മിങ് കാണിച്ചു തരാം. ഞാൻ നിവർത്തിയിട്ട് കാണിച്ചു തരാം. അതേ തേച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലൊരു ബുക്ക് വെച്ചേക്കണത്. അപ്പോൾ അതാ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ബെല്ലൈക്കൺ അമർത്തുക, അങ്ങനെയൊക്കെ എല്ലാം ചെയ്യണം. ഇതെങ്ങനെ മടക്കണേന്നും കൂടെ ഞാൻ കാണിച്ചു തരാട്ടെ. ചുരിദാർ ഈ സ്ലിറ്റ് ഭാഗത്തുണ്ടല്ലോ, അവിടെ ഒന്നിങ്ങനെ പിടിക്കുക, എന്നിട്ട് പകുതിക്ക് ഇട്ട് മടക്കി വെക്കുക. അലമാരിയിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് മടക്കിയും കൂടെ വെക്കണ്ടേ. കണ്ടോ, ഇങ്ങനെ ഒപ്പം വെക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തൂത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ അവിടെ ഷോൾഡറിൻ്റെ പകുതി, അതായത് ഷോൾഡറിൻ്റെയും കൈയിൻ്റെ ഇടക്ക് വെച്ച് പിടിക്കുക. അപ്പോൾ കൈ അങ്ങനെ വരില്ലേ, കൈ എന്നിട്ട് ഇങ്ങോട്ട് മടക്കി വെക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കണ്ട. ഇങ്ങനെ ആട്ടോ ചുരിദാർ മടക്കി പാക്ക് ചെയ്യണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചുരിദാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഫിറ്റ് ആയിരിക്കും കേട്ടോ. ഒരു ചുളുക്കോ ചുരുക്കോ ഒന്നും ഇല്ലാണ്ട് നല്ല ബോഡി ഫിറ്റ് ചെയ്യും. ലൂസ് വേണ്ടവർക്ക് ലൂസ് ഇട്ട് തയ്ക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.